എങ്ങനെയാണ് ഈ EFT മെത്തേഡിലോട്ട് ജീവിതത്തെ മാറ്റാൻ കഴിയുന്നത്? ഒരു ചതിച്ച ഒരു കൂട്ടുകാരൻ, കൂടെ പഠിച്ച കൂട്ടുകാരനാണ് പ്രേമമായി ചതിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവളുടെ പാരൻസ് വന്നിരുന്നു, സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഓ ഇവള് വന്നപ്പോൾ ഉള്ള മോഹമല്ലല്ലോ, ഭയങ്കരമായിട്ട് തെളിഞ്ഞല്ലോ സാറേ, എൻ്റെ മകളല്ലേ, എനിക്ക് ശരിക്കും മനസ്സിലാവും. അമ്മ പറയാണ് ചെറിയ പ്രായത്തിലാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള സജഷൻസ് കിട്ടുന്നതും അവരുടെ ജീവിതം മാറുന്നതും എല്ലാം ഈ ചെറിയ പ്രായത്തിലാണ്. ടാപ്പ് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾക്കത് ഗുണമുണ്ടാവുള്ളൂ, ഒരു ദോഷവും ഇല്ല. നമ്മൾക്ക് തന്നെ ചെയ്യാവുന്ന സിമ്പിൾ മെത്തേഡാണ് EFT. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ അത് നല്ലൊരു ഹയർ ബീറ്റിലുള്ള ഗാനങ്ങളാണെങ്കിൽ, മെറ്റൽ മ്യൂസിക് ആണെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരാൾ പെട്ടെന്ന് നമ്മൾ മൈൻഡ് കലുഷിതമാകും. അതേസമയം നമ്മൾ കേൾക്കുന്നത് നല്ലൊരു ഗസലാണ്, നമ്മളത് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് നമ്മുടെ ബ്രെയിൻ അപ്പോഴേക്കും ആ സ്ട്രെസ്സ് മാറും. ഇപ്പോൾ കല്യാണി രാഗം, ഈ സൗണ്ട്, അതായത് മ്യൂസിക് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് കല്യാണി രാഗത്തെ സർവ്വരോഗ സംഹാരിണി എന്ന് പറയുന്നത്. അനുരാഗിണി എന്ന് പറയുന്ന പാട്ടില്ലേ, അത് കല്യാണി രാഗത്തിലാണ്. ശരി, EFT മെത്തേഡ് എങ്ങനെയാണ് EFT മെത്തേഡിലോട്ട് ജീവിതത്തെ മാറ്റാൻ കഴിയുന്നത്? EFTയുടെ ഫുൾ ഫോം ആദ്യം പറയാം. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്നാണ് ഇതിന് പറയുന്നത്. ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് ഇത് കൂടുതൽ പരിചയപ്പെടുത്തിയത്. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ റോജർ കലഹൻ എന്ന് പറയുന്ന ഒരാൾ തോട്ട് ഫീൽഡ് തെറാപ്പി, TFT, ഇതാണ് ഇതിൻ്റെ തുടക്കം. ഈ TFT എന്ന് അതായത് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ചിന്തയെ നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെ തെറാപ്പി ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലേക്ക് എത്തിയത് ഗാരി ക്രെയ്ഗാണ് ആ പേര് കൊടുത്തത്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്, EFT. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇത് സംതിങ് റിലേറ്റഡ് വിത്ത് ഇമോഷൻ, വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിന് പറ്റിയൊരു തെറാപ്പിയാണ്. തീർച്ചയായിട്ടും അത് കറക്റ്റ് തന്നെയാണ്. EFT എന്ന് പറയുന്ന മെത്തേഡ് വലിയൊരു അനുഗ്രഹമാണ്. ശരിക്കും ലോകത്തിന് നമ്മൾ തെറാപ്പി ശാഖയ്ക്ക് വന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് EFT എന്ന് ഞാൻ പറയും. ഈ EFT പഠിച്ച ഒരു വ്യക്തിക്ക് വേറൊരാളെ ടാപ്പ് ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റും. അവരുടെ ജീവിതത്തിലെ ട്രോമാസ്, മെൻ്റലായിട്ടുള്ള പ്രോബ്ലംസ്, ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, വേദനകൾ, ഇതൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. EFTക്ക് മാറ്റാൻ എന്തെല്ലാം സാധിക്കുമെന്ന് വെച്ചാൽ എല്ലാം പറ്റും എന്നാണ് അതിനകത്ത് തിയറിയും എല്ലാം കാണിച്ചിരിക്കുന്നത്, പഠനങ്ങളും കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ പേറ്റ സ്റ്റെപ്പിൾട്ടനെ പോലുള്ള ലേഡീസ്, അവർ ഡോക്ടറാണ്, അവർ EFT പ്രോഗ്രാം ഇപ്പോൾ വേൾഡ് വൈഡ് അവർ ശരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ളത് ഗാരി ക്രെയ്ഗ്, അതുപോലെ തന്നെ ഗ്രഹാം നിക്കോൾസ്, UK എന്ന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ UK ബേസ് ചെയ്തിട്ടുള്ള കാൾ ഡോസൺ, ഇത്ര ആളുകളിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാട്രിക്സ് റീഇംപ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് വരുന്നുണ്ട്. മാട്രിക്സ് റീഇംപ്രിൻറ്റിംഗ് അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ പാസ്റ്റ് ലൈഫിലുണ്ടായ ട്രോമ ഈ ലൈഫിലുണ്ടെങ്കിൽ അതുപോലും മാറ്റാം. അത് അഡ്വാൻസ് ലെവൽ EFT ആണ്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുകയും സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും ഇത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഇന്നിപ്പോൾ നമ്മൾ EFT ടാപ്പിംഗ് പോയിന്റുകൾ എന്താണ് എല്ലാം ചിലർക്ക് ചോദിച്ചറിയാം. കാരണം EFTയെ കുറിച്ച് ഒരുപാട് പേര് മുറിവൈദ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഈ ലോകത്ത് എല്ലായിടത്തും. ഇപ്പോൾ EFT എന്താണെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഞാനിത് പറയുമ്പോൾ EFT എന്ന് അടിച്ചു കഴിഞ്ഞാൽ 100,000 കണക്കിന് ഫയൽസ് നമ്മൾക്ക് വീഡിയോ കിട്ടും യൂട്യൂബിൽ. പക്ഷേ ഇത് കൃത്യമായി പഠിച്ച് ചെയ്യുമ്പോഴേ ഏത് എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണം എന്ന് നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു പ്രശ്നമുള്ള ഒരാൾക്ക് സ്വയം ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സറോഗേറ്റ് ടാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരാളുടെ ശരീരത്തിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരാളുടെ ശരീരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം rather than human beings, we are energy embedded spiritual beings. നമ്മൾ ഊർജ്ജ നിബിഡരായിട്ടുള്ള ജീവികളാണ്, മനുഷ്യ ജീവികളാണ്. അപ്പോൾ ഇവിടെ മറ്റുള്ള പ്രാണികളിൽ നിന്നും ജന്തുക്കളിൽ നിന്നൊക്കെ ഉള്ളൊരു വ്യത്യാസം മനുഷ്യനുള്ളതെന്ന് പറഞ്ഞാൽ പ്രാണ എനർജി, അഥവാ നമ്മൾ എനർജി സർക്യൂട്ടുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിൽ, എല്ലായിടത്തും. അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന മെറിഡിയൻസ് എന്ന് പറയും. ചൈനീസ് മെഡിസിനിൽ കൃത്യമായിട്ട് അക്യുപങ്ക്ചറിൽ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന ഊർജ്ജ പ്രവാഹ മേഖലകളെയാണ് മെറിഡിയൻസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് മെറിഡിയൻ ടാപ്പിംഗ് ആണ്. നമ്മൾ ഓരോ തലത്തിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ, ഓരോ തലങ്ങളിൽ ടാപ്പ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ സ്റ്റൊമക് മെറിഡിയൻ ആണ്, ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഈ ക്ലാവിക്കൽ, ഈ എല്ലിന് തൊട്ട് താഴെയുള്ള ഈ ഭാഗം, ഈ ഒരു സോർ സ്പോട്ട്, ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ കിഡ്നി മെറിഡിയൻ ആണ്. അങ്ങനെ അത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, ക്ലാസ്സിലാണ് പഠിപ്പിക്കുക. അങ്ങനെ ഓരോന്ന് ടാപ്പ് ചെയ്യുമ്പോഴും നമ്മളുടെ ശരീരത്തിലെ ഊർജ്ജത്തെ പ്രവഹിക്കുന്ന ചാനലുകളുടെ ആ തടസ്സങ്ങളെ മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് EFTയിൽ. ഇങ്ങനെ ഓരോ മെറിഡിയൻസിലും ടാപ്പ് ചെയ്ത് നമ്മൾ സജഷൻസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ശരീരത്തിലെ ഈ പറയുന്ന രോഗാവസ്ഥകൾ, മാനസികമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറുന്നുണ്ട്. ഇത് റിസർച്ചിന് വിധേയമാക്കിയിട്ടുണ്ട് കേട്ടോ.
ഒരുപാട് റിസർച്ചുകൾ ഇതിൽ നടന്നിട്ടുണ്ട് EFT. ഈ ആളുകളുടെ ചൈൽഡ്ഹുഡ് ട്രോമ കൂടുതലും എനിക്ക് തോന്നുന്നു ചെറിയ പ്രായത്തിലാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള സജഷൻസ് കിട്ടുന്നതും അവരുടെ ജീവിതം മാറുന്നതും എല്ലാം ഈ ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ അതിൽ നിന്നും വന്നിട്ടുള്ള ട്രോമകൾ പിന്നീട് ഇന്ന് വർക്ക് പ്രഷർ താങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ സ്ട്രെസ് താങ്ങാൻ കഴിയാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷമം പോലും താങ്ങാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് പേരുണ്ട്. ആങ്സൈറ്റിയും ഡിപ്രഷനിലും ജീവിക്കുന്ന ആളുകളുണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്യുക ഇതിൽ നിന്നും പറ്റുമോ? തീർച്ചയായിട്ടും. ഇതിൽ EFT നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇപ്പോൾ രാഹുലിന് ഭയങ്കര സ്ട്രെസ്സാണ്, ജോബ് സ്ട്രെസ്സാണ് ലൈഫിൽ. അല്ല, ഇത് ഇവർ പറയാതെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അല്ല, അത് നമ്മൾ അവരുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തും. ആദ്യം നമ്മൾ ചോദിക്കും ഇവരെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് ഇത് ഔട്ട് ഓഫ് 10 എത്രയിൽ നിൽക്കുന്നു നമ്മൾ നോക്കുന്നത്. അതായത് 10ലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടെന്ന് അർത്ഥം. നമ്മൾ ടാപ്പ് ചെയ്ത് ഇതിനെ 0യിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 10ൽ നിന്ന് 0ത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഇവർ ഏതെല്ലാം തലത്തിലാണ്, മെൻ്റലാണോ, ഫിസിക്കലാണോ, ഇമോഷണലാണോ, ഇൻ്റലക്ച്വൽ ആണോ, സ്പിരിച്വൽ ലെവലാണോ, എവിടെയാണ് പ്രശ്നം നമ്മൾ കണ്ടെത്തുക. അത് നമ്മളെ കഴിവാണ്, തെറാപ്പിസ്റ്റിൻ്റെ കഴിവാണ്. ഈ EFT എങ്ങനെ ഫലിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ എത്രത്തോളം അവരത് സ്വയം ടാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ചിലർ മടിയന്മാരാണ്, നമ്മളെല്ലാം പഠിപ്പിച്ചു കൊടുക്കും, ഇതൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യാതിരുന്ന ഫലം കിട്ടില്ല. ഇപ്പോൾ രാഹുലിന് മസിൽ ഉണ്ടാവണമെങ്കിൽ ഞാൻ എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല, രാഹുൽ തന്നെ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്ന പോലെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും, നിങ്ങളിങ്ങനെ ചെയ്യുക. ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു 26 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾക്ക് വളരെയധികം ട്രോമ ഉണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു ചതിച്ച ഒരു കൂട്ടുകാരൻ, കൂടെ പഠിച്ച കൂട്ടുകാരനാണ്, പ്രേമമായി ചതിച്ചു. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് ട്രോമയിൽ നിന്ന് ഈ കുട്ടിക്ക് രക്ഷപ്പെടാനായിട്ട് ഞാനത് ടാപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ഔട്ട് ഓഫ് 10 അവൾ വന്നപ്പോൾ 7 ആയിരുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ ടാപ്പ് ചെയ്ത് 0യിലേക്ക് എത്തി. ഇന്നിപ്പോൾ അവൾ ഹാപ്പിയാണ്. കാണുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ഇതെന്താ ഈ മനുഷ്യൻ ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷെ അവൾ പറയുകയാണ് ഇത് കൊള്ളാലോ വീഡിയോ എന്നുള്ള മട്ടാണ്, ഇത് കൊള്ളാലോ സാറ് എന്നുള്ളതാണ് അവളുടെ ആൻസർ. അത് കഴിഞ്ഞപ്പോൾ അവളുടെ പാരൻസ് വന്നിരുന്നു, സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവള് വന്നപ്പോൾ ഉള്ള മുഖമല്ലല്ലോ, ഭയങ്കരമായിട്ട് തെളിഞ്ഞല്ലോ സാറേ, എൻ്റെ മകളല്ലേ, എനിക്ക് ശരിക്കും മനസ്സിലാവും. അമ്മ പറയുകയാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? EFTയിൽ മാന്ത്രികവിദ്യയാണിത്, മനസ്സിലായോ? അതായത് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന എനർജിയാണ്. എനർജി സർക്യൂട്ട് ഇല്ലാത്ത ഒരു സ്ഥലവും നമ്മുടെ ശരീരത്തിലില്ല. ഇപ്പോൾ ഒരു തോട്ട് വരുമ്പോൾ തന്നെ എനർജി സർക്യൂട്ട് അവിടെ പ്രവർത്തിക്കുകയാണ്. 2 സിനാപ്സിസിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വൈദ്യുതി പാസ് ചെയ്യുന്ന പോലെ ന്യൂറോൺസിൻ്റെ ഇടയിൽ കൂടെ ഈ സിനാപ്സിസിലൂടെ അപ്പോൾ പുതിയ ന്യൂറോൺ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതൊരു എനർജി ഹീലിംഗ് മെത്തേഡാണ്. അതെ, എനർജി ഹീലിംഗ് മെത്തേഡ് തന്നെയാണ് EFT എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ എനർജി മെറിഡിയനിൽ ടാപ്പ് ചെയ്യുന്നത്. ഇത് ബോഡിയിൽ വർക്ക് ചെയ്യാൻ എത്ര ടൈം വേണ്ടി വരും? അത് ഡിപ്പെൻസ്. അതായത് ഒരാളുടെ എനർജി എത്രത്തോളം കണ്ടാമിനേറ്റഡ് ആണ്, അപ്പോൾ ചിലപ്പോൾ നിരന്തരമായിട്ട് കൂടുതൽ ടാപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ പൊതുവെ കണ്ടിട്ടുള്ളത് നമ്മൾ ടാപ്പ് ചെയ്തിരിക്കുമ്പോൾ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 10ൽ നിൽക്കുന്ന ഒരാൾ ഒരു 5ലേക്കും 4ലേക്കൊക്കെ എത്താറുണ്ട്. അതാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ബാക്കി 4ൽ എത്തിക്കഴിഞ്ഞാൽ സ്വയം ടാപ്പ് ചെയ്ത് അവർക്ക് 0യിലേക്ക് എത്തിക്കാം. ഇത് നല്ലൊരു മെത്തേഡാണ് EFT എന്ന് പറയുന്നത്. ഇതിപ്പോൾ എൻ്റെ ശരീരത്തിലാണ് EFT പരീക്ഷിക്കുന്നതെങ്കിൽ നിലവിൽ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത് പിന്നീട്, അതായത് ആഫ്റ്റർ ദ EFT എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് സ്ഥിരമായിട്ട് തലവേദന ഉണ്ടാകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുക നിങ്ങളുടെ സ്ട്രെസ് ലെവൽ എവിടെ. കണ്ണടച്ചിരുന്ന് ഒന്ന് ആഴത്തിൽ ശ്വാസം എടുക്കാൻ പറയും. നിങ്ങളിപ്പോൾ 10ൽ എത്രയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? അപ്പോൾ രാഹുൽ തന്നെ പറയും, ഇപ്പോൾ 10ൽ ഒരു 5 ആയിട്ടുണ്ട് സാറേ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, 5 ആയെങ്കിൽ 5ന്ന് പിന്നെ ഒരു 0ത്തിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണ്, 5 to 0. അപ്പോൾ വീണ്ടും ടാപ്പ് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾക്കത് ഗുണമുണ്ടാവുള്ളൂ, ഒരു ദോഷവും ഇല്ല. മാത്രമല്ല ഇത് നമ്മൾക്കൊരു മെഡിസിൻ കഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് എനർജി തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ശരീരത്തിൽ നമുക്ക് തന്നെ ടാപ്പ് ചെയ്യുന്നതിന് ഇപ്പോൾ വല്ല ദോഷമുണ്ടോ? ഇല്ല. നമ്മളിവിടെ ഒരു സൂചി കടത്തി വെക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ അക്യുപങ്ക്ചറിലാണെങ്കിൽ സൂചി കടത്തി വെക്കണം, അതൊന്നും വേണ്ട. സൂചി കുത്തി വെക്കേണ്ട, ഒന്നും വേണ്ട. നമ്മൾക്ക് തന്നെ ചെയ്യാവുന്ന സിമ്പിൾ മെത്തേഡാണ് EFT. പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ റിസർച്ചിന് വിധേയമാക്കിയിട്ടുണ്ട് പല സ്ഥലത്തും. അത് വളരെ വിജയിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. സാർ, ഇത് ആർക്കെങ്കിലും ചെയ്തു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ച ആരെങ്കിലും? അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിലും EFT ഞാൻ പഠിപ്പിക്കാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞു നെഗറ്റീവായിട്ടുള്ള പ്രോഗ്രാംസിനെ മാറ്റാനായിട്ട് 4 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 4 സ്റ്റെപ്പിലും EFT ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ച ആളുകൾ, അതായത് പിന്നെ ഒരു കാര്യം, എൻ്റെ മാനിഫെസ്റ്റേഷൻ കോഴ്സ് വരുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, പ്രോമിസ് ചെയ്യണം 84 ദിവസം, ഓൾ ടുഗദർ 90 days, 90 ദിവസം, 3 മാസം തയ്യാറാണോ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ട്. ചിലർ ഈ പറയുന്ന പോലെ ആദ്യത്തെ മാസം എല്ലാം നല്ല കൃത്യമായിട്ട് ചെയ്യും, 2ാമത്തെ മാസം തുടങ്ങി കുഴപ്പം.
ഇങ്ങനെയുള്ളവർക്ക് റിസൾട്ട് വരില്ല. അപ്പോൾ EFT മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കാം. മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്ന EFT ഞാൻ എൻ്റേതായ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, 4 സ്റ്റെപ്പ് പ്രോസസ്സായിട്ട്. അത് ഞാൻ കഴിഞ്ഞ തവണ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിൽ ഞാൻ പറയാം. ആദ്യത്തെ തവണ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ലിമിറ്റിംഗ് ബിലീവ്സ് മാറ്റുന്ന 21 ദിവസത്തെ ടാപ്പിങ്ങും എനർജി ഫ്രീക്വൻസി മ്യൂസിക്കുമാണ്. രണ്ടാമത്തേത് വരുമ്പോൾ നമ്മൾ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന അവസരമാണ് 21 ഡേയ്സ്. ഇതിലും നമുക്ക് ടാപ്പിംഗ് ഉണ്ട്. മൂന്നാമത്തേത് ബൂസ്റ്റിംഗ് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. അതും 21 ദിവസം ടാപ്പിംഗ് ഉണ്ട്. അതിൽ EFT ടാപ്പിംഗ് ഉണ്ട്. നാലാമത്തേത് റിസീവിങ് ലെവൽ, ഹൗ ടു റിസീവ്. നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു 4 ലൈനിൽ നമ്മൾ നിൽക്കുകയാണ്, ഫീൽഡറായിട്ട് നിൽക്കുകയാണ്. നമ്മൾക്ക് വന്നു, ഒരു ബോൾ വന്നു, നമ്മൾ തയ്യാറല്ല, പുറയിൽ കൈ കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. ഇഫ് യു ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദിസ്, യു വിൽ ലൂസ് ഇറ്റ്. നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും, ആ ക്യാച്ച് വിട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ ടെക്നിക്കിലും EFT വളരെ നന്നായിട്ട് ഉപയോഗിക്കാം. അത് ഈ EFT ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലരിലും ഈ അഫർമേഷൻസ് ഫലിക്കാതെ വരുമ്പോൾ EFT വെച്ചിട്ട് അഫർമേഷൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഫലിക്കുന്നത് കാണാം. അത് ഡിപ്പെൻസ്, ചില ആളുകളുടെ പ്രത്യേകതയാണത്. അപ്പം ഞാൻ അവസാനം എന്നുള്ള നിലയിൽ ഞാൻ പറയും EFT പ്രയോഗിക്കാൻ പറയും. അഫർമേഷനൊക്കെ നിർത്ത്, EFT വെച്ചിട്ട് അഫർമേഷൻ പ്രയോഗിക്കാം. അതിൻ്റെ പുറകിൽ നമ്മൾ ആ ടാപ്പിംഗ് മ്യൂസിക്കും കൂടി ഇട്ട് കൊടുത്ത് ബ്രെയിൻ്റെ ഫ്രീക്വൻസിയും കൂടി 7 to 14 സൈക്കിൾ പെർ സെക്കൻഡ് ആക്കിയാൽ വളരെ മാജിക് ലെവലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും നമ്മുടെ ബ്രെയിൻ. ഇതും ഈ സൗണ്ട് ഹീലിംഗ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും സൗണ്ട് ഹീലിംഗ് തന്നെയാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സൗണ്ട് അല്ലേ. അതായത് മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിപ്പോൾ ഒരു ഗാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, അത് നല്ലൊരു ഹയർ ബീറ്റിലുള്ള ഗാനങ്ങളാണെങ്കിൽ, മെറ്റൽ മ്യൂസിക് ആണെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരാൾ പെട്ടെന്ന് നമ്മൾ മൈൻഡ് കലുഷിതമാകും. അതേസമയം നമ്മൾ കേൾക്കുന്നത് നല്ലൊരു ഗസലാണ്, നമ്മളത് എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് നമ്മുടെ ബ്രെയിൻ അപ്പോഴേക്കും ആ സ്ട്രെസ്സ് മാറും. ഇപ്പോൾ കല്യാണി രാഗം, ഈ സൗണ്ട്, അതായത് മ്യൂസിക് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത് കല്യാണി രാഗത്തെ സർവ്വരോഗ സംഹാരിണി എന്ന് പറയുന്നത്. അനുരാഗിണി എന്ന് പറയുന്ന പാട്ടില്ലേ, അത് കല്യാണി രാഗത്തിലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി ആയിട്ട് താതാത്മ്യം പ്രാപിക്കും, സിങ്ക്രണൈസ്ഡ് ആവും നമ്മുടെ മൈൻഡ്. പിന്നെ പ്രവർത്തിക്കുന്നത് നമ്മുടെ മൈൻഡ് ഐഡന്റിഫൈ ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ്, നമ്മുടെ ഫ്രീക്വൻസിയിലല്ല. ആ തന്ന ഫ്രീക്വൻസി റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ബ്രെയിൻ ഞാൻ എപ്പോഴും ആൽഫ ഫ്രീക്വൻസിയിലായിരിക്കുന്നത്. മെഡിറ്റേഷൻ ടൈമിൽ ഡെൽറ്റ ഫ്രീക്വൻസിയിലേക്ക് പോകും, തീറ്റ ലെവലിലേക്ക് പതുക്കെ കിടക്കും, പിന്നെ ഡെൽറ്റ. ഇന്ന കാലത്തും ഞാൻ ഡെൽറ്റ ലെവൽ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ആ ലെവലിലുള്ള ഫ്രീക്വൻസിയാണ് നമ്മിൽ നിന്ന് വമിക്കുന്നതാണത്. ഒരു വ്യക്തി ഒരു എനർജി മാഗ്നറ്റാണ്, ഏതൊരു വ്യക്തിയും, ഒന്നുകിൽ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റിവിറ്റി. അപ്പോൾ പോസിറ്റിവിറ്റി കൊണ്ടാണ് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കണം, പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയുടെ മാഗ്നറ്റിസം എന്തായിരിക്കും? വളരെ പോസിറ്റീവായിരിക്കും. ആ പോസിറ്റിവിറ്റി നമ്മൾ വെറുതെ ഒരു ഹാൻഡ് ഷേക്കിൽ പോലും കൊടുക്കാൻ പറ്റും. നമ്മൾ ഇൻറ്റൻഷൻ കൊടുത്താൽ മതി, ആ മൈൻഡിലേക്ക് അത് പോകും. കാരണം മൈൻഡ് നമ്മൾ പോലും അറിയാതെ ഇത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ പോലും അറിയാതെ ഇത് അക്സെപ്റ്റ് ചെയ്യും.